ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഉയർന്നു വന്നിട്ടുള്ള ഒരു ചോദ്യമായിരിക്കാം. എന്തുകൊണ്ടാണ് എല്ലാം തെറ്റായി പോകുമ്പോൾ പോലും പ്രപഞ്ചത്തിൽ വിശ്വസിക്കേണ്ടത്? ജീവിതം ചിലപ്പോൾ ഒരു കൊടുങ്കാറ്റ് പോലെയാണ്, അല്ലേ? എല്ലാം കൈവിട്ടു പോയെന്ന് നമുക്ക് തോന്നും. നമ്മൾ വളരെ ശ്രദ്ധയോടെ മെനഞ്ഞെടുത്ത പദ്ധതികൾ തകർന്നടിയുന്നു. പ്രണയബന്ധങ്ങൾ അവസാനിക്കുന്നു. സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിയുന്നത്ര ദൂരെയാണെന്ന് നമുക്ക് തോന്നും. വെല്ലുവിളികൾക്കൊരു അവസാനവുമില്ലാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ആ നിമിഷങ്ങളിൽ ദൈവമേ, എന്താണിതൊക്കെ എന്ന് നമ്മൾ സ്വയം ചോദിച്ചു പോകും. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, ഈ പ്രശ്നങ്ങൾക്കിടയിലും ഈ പ്രതിസന്ധികൾക്കിടയിലും പ്രപഞ്ചം നിങ്ങളുടേതായ ഉന്നതമായ നന്മയ്ക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്ന്. ചിലപ്പോൾ നമുക്കത് കാണാൻ സാധിക്കില്ല, മനസ്സിലാക്കാൻ സാധിക്കില്ല, അത്രയേ ഉള്ളൂ. അടുത്ത കുറച്ച് സമയം എന്നോടൊപ്പം ചിലവഴിക്കുക. ജീവിതം അന്യായമായി തോന്നുന്ന ഈ നിമിഷങ്ങളിലും പ്രപഞ്ചത്തിൽ വിശ്വസിക്കാനുള്ള 5 ശക്തമായ വഴികളെക്കുറിച്ച് ഞാനിന്ന് സംസാരിക്കാം. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ആത്മീയ യാത്ര നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. അപ്പോൾ തുടങ്ങട്ടെ. അപ്പോൾ ഒന്നാമത്തെ വഴിയാണ് വേദനയെ അംഗീകരിക്കുക എന്നത്. എല്ലാം തെറ്റായി പോകുമ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രതികരണം പലപ്പോഴും ഈ വേദനയെ മറച്ചു വെക്കാനാണ്, അല്ലേ? സാരമില്ല, ഞാൻ സന്തോഷവാനാണ് എന്ന് നമ്മൾ സ്വയം പറയും. അല്ലെങ്കിൽ ഞാൻ എല്ലാം ഓക്കെയാണ് എന്ന് മറ്റുള്ളവരോട് നടിക്കും. എന്നാൽ സത്യസന്ധമായി പറയട്ടെ, ഇത് തികച്ചും തെറ്റായ ഒരു സമീപനമാണ്. പ്രപഞ്ചം നിങ്ങളോട് പൂർണ്ണത പ്രതീക്ഷിക്കുന്നില്ല. അത് നിങ്ങളോട് സത്യസന്ധമായിരിക്കാൻ മാത്രമാണ് ആവശ്യപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ വേദന കടന്നു വരുമ്പോൾ അതിനെ ആദ്യം നമ്മൾ അംഗീകരിക്കണം. ഒരു ജോലി നഷ്ടപ്പെട്ടു, പ്രിയപ്പെട്ട ഒരാൾ വിട്ടുപോയി, അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു. ഈ വേദന അനുഭവിക്കുക. നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിൽ കരയുക. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭാരം തോന്നുന്നു എങ്കിൽ അത് എഴുതി വെക്കുക. നിങ്ങളുടെ മനസ്സിലുള്ളത് വിശ്വസിക്കാവുന്ന ഒരാളോട് സംസാരിക്കുക. കാരണം നമ്മുടെ വേദനയെ നമ്മൾ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് അത് സൗഖ്യമാകാനുള്ള ഒരു വഴി തുറക്കുന്നത്. നമ്മൾ പലപ്പോഴും ശക്തിശാലി ആയിരിക്കണമെന്നാണ് പഠിച്ചിട്ടുള്ളത്, അല്ലേ? കണ്ണീർ കാണിക്കരുത്, മറ്റുള്ളവരുടെ മുന്നിൽ ദുർബലനാകരുത് എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥ ശക്തി എന്നത് നിങ്ങളുടെ വികാരങ്ങളെ അനുഭവിക്കാൻ സ്വയം അനുവദിക്കുന്നതിലൂടെയാണ്. ഇന്ന് ഒരു നിമിഷം എടുക്കൂ. ഈ വീഡിയോ നിങ്ങൾക്കൊന്ന് നിർത്തിവെക്കേണ്ടി വന്നാലും സാരമില്ല. നിങ്ങളോട് തന്നെ ചോദിക്കൂ, ഞാനിപ്പോൾ എന്താണ് അനുഭവിക്കുന്നത്? ആ വികാരങ്ങളെ ഒരു വിധിയുമില്ലാതെ ഒഴുകാൻ അനുവദിക്കുക. അതൊരു നദി പോലെയാണ്. അതിനെ തടഞ്ഞു നിർത്തിയാൽ കെട്ടിക്കിടന്ന് ദുർഗന്ധമുണ്ടാകും. ഒഴുകാൻ അനുവദിച്ചാൽ അത് ശുദ്ധമാകും. നിങ്ങളുടെ ഉള്ളിലെ ആ നദിയെ ഒഴുകാൻ അനുവദിക്കൂ. ഇനി രണ്ടാമത്തെ വഴിയാണ് ദൈവീക സമയത്തിന് കീഴടങ്ങുക. നമ്മുടെ ഈ അതിവേഗ ലോകത്ത് നമുക്കെല്ലാം ഇപ്പോൾ തന്നെ വേണം. വിജയം, സ്നേഹം, ഉത്തരങ്ങൾ എല്ലാം ഒരു ക്ലിക്ക് ദൂരത്ത് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ പ്രപഞ്ചം അതിൻ്റെ തനതായ പവിത്രമായ താളത്തിലാണ് പ്രവർത്തിക്കുന്നത്. അത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പ്രകൃതിക്ക് അതിൻ്റേതായ ഒരു സമയമുണ്ട്, അല്ലേ? നമ്മുടെ കേരളത്തിലെ ഒരു കർഷകനെ നോക്കുക. അദ്ദേഹം നെൽവിത്തുകൾ മണ്ണിൽ വിതച്ചാൽ എല്ലാ ദിവസവും പോയി വിത്തുകൾ മുളച്ചോ എന്ന് നോക്കാൻ കുഴിച്ചു നോക്കില്ല, അല്ലേ? അദ്ദേഹം മണ്ണിനെയും മഴയെയും വെയിലിനെയും സമയത്തെയും വിശ്വസിക്കുന്നു. അദ്ദേഹത്തിനറിയാം, വിശ്വസിച്ചാൽ കൃത്യസമയത്ത് അത് മുളച്ച് പൊങ്ങുമെന്ന്. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. എന്തെങ്കിലും തെറ്റായി പോകുമ്പോൾ പലപ്പോഴും പ്രപഞ്ചം നിങ്ങൾക്ക് ഇതുവരെ കാണാൻ കഴിയാത്ത ഒരു വലിയ കാര്യത്തിനുള്ള ഒരുക്കത്തിലാണ്. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? പക്ഷേ ആ അടഞ്ഞ വാതിലിൻ്റെ മുന്നിൽ നമ്മൾ കാലങ്ങളോളം നിന്നാൽ തുറന്ന വാതിൽ നമ്മൾ കാണാതെ പോകും. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത് ശ്രദ്ധിക്കുക. നിന്റെ കർത്തവ്യം ചെയ്യുക, ഫലം ദൈവത്തിന് വിടുക. കർമ്മം ചെയ്യുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അതിൻ്റെ ഫലം എപ്പോൾ എങ്ങനെ വരുന്നു എന്ന് പ്രപഞ്ചത്തിൻ്റെ തീരുമാനമാണ്. അപ്പോൾ എങ്ങനെ ഈ ദൈവീക സമയത്തിന് കീഴടങ്ങാം? ഒരു ലളിതമായ പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഒരു ഉറച്ച വാക്യമോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. പ്രപഞ്ചം എന്നെ നയിക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറയാം. പ്രപഞ്ചം എന്നെ നയിക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാ ദിവസവും പറയുക.
പ്രത്യേകിച്ച് നിങ്ങൾക്ക് സംശയം തോന്നുമ്പോൾ, കാര്യങ്ങൾ തകിടം മറിഞ്ഞു എന്ന് തോന്നുമ്പോൾ. ദൈവിക സമയത്ത് വിശ്വസിക്കുക എന്നതിനർത്ഥം ഒന്നും ചെയ്യാതിരിക്കുക എന്നല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ ചിത്രം പ്രപഞ്ചം രൂപപ്പെടുത്തുന്നുണ്ടെന്ന് വിശ്വസിക്കുക എന്നതാണ്. ഓരോ നിമിഷവും ഒരു പുഴയിലെ ഒഴുക്ക് പോലെയാണ്. നിങ്ങൾക്ക് ദിശ മാറ്റാൻ കഴിയില്ല, പക്ഷെ അതിൻ്റെ കൂടെ ഒഴുകുമ്പോൾ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരും. ഇനി മൂന്നാമത്തെ വഴിയാണ് കൃതജ്ഞത കണ്ടെത്തുക എന്നത്. എല്ലാം തെറ്റായി പോകുമ്പോൾ അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നന്ദി പറയാൻ നമുക്ക് എങ്ങനെ കഴിയുമെന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എന്നിട്ടും ഞാൻ നന്ദി പറയണോ എന്ന് ചിലപ്പോൾ തോന്നും. എന്നാൽ കൃതജ്ഞത ഒരു മാന്ത്രിക ശക്തിയുള്ളതാണ്. അത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ അപ്പാടെ മാറ്റി എഴുതും. ഇരുണ്ട മുറിയിൽ ഒരു ചെറിയ മെഴുകുതിരി വെളിച്ചം പോലെയാണിത്. വലിയ പ്രകാശമൊന്നും ഇല്ലെങ്കിലും അത് ഇരുട്ടിനെ അകറ്റി നിർത്തും. നിങ്ങൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്കുള്ള കാര്യത്തിലേക്ക് മാറും. ഒരു ചെറിയ കാര്യത്തിന് നന്ദി പറയാൻ ശ്രമിക്കൂ. നിങ്ങളുടെ ശ്വാസം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും താമസിക്കാൻ ഒരു വീടുണ്ടെങ്കിൽ അതിനുവേണ്ടി, ഒരു സുഹൃത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു നന്ദി പറയുക. ചെറിയ കാര്യങ്ങൾ പോലും, ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ജോലി നഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകൾക്ക് നന്ദി പറയുക. പുതിയ അവസരങ്ങൾ വരാനിരിക്കുന്നതിന് നന്ദി പറയുക. കാരണം ഈ നഷ്ടം നിങ്ങളെ ഒരു പുതിയ പാതയിലേക്ക് നയിച്ചേക്കാം, ഒരു പക്ഷെ കൂടുതൽ മികച്ച ഒരു പാതയിലേക്ക്. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ ഓരോ രാത്രിയും ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു നോട്ട്ബുക്കിൽ എനിക്ക് നന്ദി പറയാനുള്ള 3 കാര്യങ്ങൾ എഴുതി വെക്കുമായിരുന്നു. തുടക്കത്തിൽ എനിക്കത് പ്രയാസമായിരുന്നു, പക്ഷേ പതിയെ എൻ്റെ ഹൃദയം തുറന്നു. പ്രപഞ്ചം എനിക്കായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി തുടങ്ങി. ചെറിയ കാര്യങ്ങൾ പോലും വലിയ അനുഗ്രഹങ്ങളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇന്ന് ഒരു പേപ്പറും പേനയും എടുത്ത് നിങ്ങളുടെ ജീവിതത്തിലെ 3 കാര്യങ്ങൾ എഴുതുക. അതിന് നിങ്ങൾ നന്ദിയുള്ളവരാണ്. അതെത്ര ചെറിയ കാര്യമാണെങ്കിലും സാരമില്ല. ഒരു കപ്പ് ചൂട് ചായ, ഇന്ന് രാവിലെ കണ്ട ഒരു പക്ഷിയുടെ ശബ്ദം, ഒരു ഫോൺ കോൾ. പ്രപഞ്ചം നിങ്ങളുടെ കൃതജ്ഞത കാണുന്നു. അത് കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കും. കാരണം നിങ്ങൾ എന്തിനാണോ നന്ദി പറയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും. ഇനി 4ാമത്തെ വഴിയാണ് ഓരോ വെല്ലുവിളിയിലും പാഠങ്ങൾ തിരയുക. പ്രപഞ്ചം ഒരു ഗുരുനാഥനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ അനുഭവവും ഒരു പാഠമാണ്. എല്ലാ വെല്ലുവിളികളിലും ഒരു പഠനം ഒളിഞ്ഞുകിടപ്പുണ്ട്. നിങ്ങളൊരു ബന്ധം തകർന്ന് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ അനുഭവം നിങ്ങളെ സ്വയം സ്നേഹിക്കാനും സ്വന്തം മൂല്യം തിരിച്ചറിയിക്കാനും പഠിപ്പിക്കുന്നുണ്ടാകാം. ഒരു പദ്ധതി പാളിപ്പോയെങ്കിൽ അത് നിങ്ങളെ പുതിയ വഴികളിലേക്ക്, കൂടുതൽ ക്രിയാത്മകമായ പരിഹാരങ്ങളിലേക്ക് നയിച്ചേക്കാം. ഈ ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തരാകുന്നു, കൂടുതൽ വിവേകശാലികളാകുന്നു. നിങ്ങളുടെ ഉള്ളിലൊരു ചോദ്യം ചോദിക്കുക: ഈ അനുഭവം എനിക്ക് എന്താണ് പഠിപ്പിക്കുന്നത്? പ്രപഞ്ചം എന്നിലൂടെ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയെക്കുറിച്ച് ചിന്തിക്കുക. ആ വെല്ലുവിളിയിൽ എന്ത് പാഠമാണ് ഒളിഞ്ഞിരിക്കുന്നത്? ഒരു പക്ഷെ അത് നിങ്ങളെ കൂടുതൽ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ശക്തി കണ്ടെത്താൻ സഹായിക്കുന്നുണ്ടാകാം. പ്രപഞ്ചം നിങ്ങളെ വളർത്തുകയാണ്, നിങ്ങളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ജീവിത പുസ്തകത്തിലെ ഓരോ അധ്യായവും നിങ്ങളെ മെച്ചപ്പെട്ട ഒരാളാക്കി മാറ്റാനുള്ള പാഠങ്ങളാണ്. ഇനി 5ാമത്തെ വഴിയാണ് പ്രപഞ്ചവുമായി ഒഴുകുക എന്നത്. ജീവിതം ഒരു നദി പോലെയാണ്. നിങ്ങളുടെ ജോലി അതിനെതിരെ നീന്തുകയല്ല, മറിച്ച് അതിനൊപ്പം ഒഴുകുകയാണ്. സ്വന്തം ശക്തിയിൽ മാത്രം വിശ്വസിച്ച് നദിക്ക് എതിർ ദിശയിൽ നീന്താൻ ശ്രമിച്ചാൽ നമ്മൾ വേഗത്തിൽ തളർന്നു പോകും. പക്ഷേ നദിയുടെ ഒഴുക്കിനൊപ്പം ചേരുമ്പോൾ അത് നമ്മളെ അനായാസം മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങളുടെ പദ്ധതികൾ, നിങ്ങളുടെ പ്രതീക്ഷകൾ, നിങ്ങളുടെ ഭയങ്ങൾ എല്ലാം പ്രപഞ്ചത്തിൻ്റെ കൈകളിൽ വിടുക. ഇതൊരു സമർപ്പണമാണ്, ഒരു കീഴടങ്ങലാണ്. ധ്യാനം, പ്രാർത്ഥന, അല്ലെങ്കിൽ പ്രകൃതിയിലൂടെ ഒരു ശാന്തമായ നടത്തം, ഇവയെല്ലാം നിങ്ങളെ പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കും. ഓരോ ദിവസവും ഒരു നിമിഷം എടുത്ത് ആഴത്തിൽ ശ്വസിക്കൂ. എന്നിട്ട് മനസ്സിൽ പറയൂ: ഞാൻ പ്രപഞ്ചത്തിൻ്റെ ഒഴുക്കിൽ വിശ്വസിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെ പച്ചപ്പുള്ള വയലുകളിലോ അല്ലെങ്കിൽ ശാന്തമായ കടൽ തീരങ്ങളിലോ നിങ്ങൾ ഒരു നിമിഷം നിൽക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ ഹൃദയം തുറക്കുക. പ്രപഞ്ചത്തിൻ്റെ അനന്തമായ ശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് ഒഴുകുന്നത് അനുഭവിക്കുക.
ഒരു പുഴ കടലിൽ ചേരുന്നത് പോലെ. നിങ്ങളും പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. എല്ലാം ഒരു ഉദ്ദേശത്തോടെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ പോലും നിങ്ങളുടെ യാത്ര അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങളെ നയിക്കുന്നുണ്ട്. പ്രപഞ്ചം നിങ്ങളെ താങ്ങി നിർത്തുന്നുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതം ഒരു വലിയ ചിത്രത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. എല്ലാം തെറ്റായി പോകുമ്പോൾ ഈ 5 കാര്യങ്ങൾ ഓർക്കുക. ഒന്നാമത്തേത്, നിങ്ങളുടെ വേദനയെ അംഗീകരിക്കുക. രണ്ടാമത്തേത്, ദൈവിക സമയത്തിന് കീഴടങ്ങുക. മൂന്നാമത്തേത്, ചെറിയ കാര്യങ്ങളിൽ പോലും കൃതജ്ഞത കണ്ടെത്തുക. നാലാമത്തേത്, ഓരോ വെല്ലുവിളികളിലും പാഠങ്ങൾ തേടുക. അഞ്ചാമത്തേത്, പ്രപഞ്ചവുമായി ഒഴുകുക. പ്രപഞ്ചം എപ്പോഴും നിങ്ങളുടെ പക്ഷത്താണ്, എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് ശക്തികൾ നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വഴി വ്യക്തമല്ലാത്തപ്പോഴും നമുക്ക് വലിയ നിരാശ തോന്നുമ്പോഴും പ്രപഞ്ചത്തെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും? പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നത് ഗുരുത്വാകർഷണ നിയമത്തിൽ വിശ്വസിക്കുന്നത് പോലെ തന്നെയാണ്. നമ്മൾ എങ്ങോട്ട് നടക്കണമെന്ന് നമുക്കറിയില്ലെങ്കിൽ പോലും നമ്മൾ നിലത്ത് വീണു പോകാതെ നമ്മളെ താങ്ങി നിർത്തുന്നത് ഗുരുത്വാകർഷണമാണല്ലോ. അതുപോലെയാണ് പ്രപഞ്ചവും. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പ്രപഞ്ചം അതിൻ്റെ ധർമ്മം മുറ തെറ്റാതെ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേട്ട് പ്രവർത്തിക്കുക. ചിലപ്പോൾ നമുക്ക് സംശയം തോന്നും, പ്രപഞ്ചം എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കെങ്ങനെ അറിയാം? വളരെ ലളിതമാണ്. പ്രപഞ്ചം നിങ്ങളുടെ ഉള്ളിൽ ആ വികാരങ്ങളിലൂടെയാണ് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു തോന്നലുണ്ടെങ്കിൽ, സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ അത് പിന്തുടരുക. നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ വഴികാട്ടലിനെ പിന്തുടരുകയാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മോശമായി തോന്നുന്നുണ്ടെങ്കിൽ, എന്നിട്ടും നിങ്ങളത് തുടരുകയാണെങ്കിൽ നിങ്ങൾ പ്രപഞ്ചം തരുന്ന സൂചനകൾക്ക് എതിരായി നീങ്ങുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പ്രപഞ്ചത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഈ ലോകത്തിലെ ചെറിയ ചെറിയ ജീവികളെക്കുറിച്ചൊക്കെ ഓർക്കാറുണ്ട്. പറന്ന് നടക്കുന്ന പക്ഷികൾ, ഇങ്ങനെ എത്ര ജീവികൾ. ഇവയൊന്നും ഇന്നെനിക്ക് ഭക്ഷണം കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ എവിടെ കിടന്നുറങ്ങും എന്നൊന്നും ആലോചിക്കാറില്ല, അല്ലേ? പ്രപഞ്ചം അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൃത്യസമയത്ത് നൽകുന്നുണ്ട്. അവയൊന്നും നാളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നുമില്ല, അല്ലേ? അങ്ങനെയാണെങ്കിൽ അത്രയും നിസ്സാരമായ ജീവികൾക്ക് പോലും പ്രപഞ്ചം ആവശ്യമായതെല്ലാം നൽകുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് സമയത്ത് പ്രപഞ്ചം നമുക്ക് വേണ്ടത് നൽകുമെന്ന് നമുക്ക് എന്തുകൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല? അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് പ്രപഞ്ചത്തിൽ വിശ്വസിക്കാനുള്ള 5 ശക്തമായ വഴികളെക്കുറിച്ചാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്